ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ യൂസ്ഡ് കാർ ഷോറൂമിലെ യൂസ്ഡ് കാർസാണ് ഞാനിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊക്കെയായിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഈ പുറകെ കാണുന്നതെല്ലാം ഒരു ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണ്. അത്യാവശ്യം ഒരു 1.20 മുതലൊക്കെ വരുന്ന വണ്ടികളുണ്ട്. ആ 1.20 എന്ന് പറഞ്ഞാൽ ഫോർട്ടിഗോയാണ്. പിന്നെ വരുന്നത് ആൾട്ടോ ഉണ്ട്. ആൾട്ടോ ഒക്കെ വരുന്നത് 1.25, 1.90. പിന്നെ ഈ വൈറ്റ് ആൾട്ടോ. ഹലോ ഗൈസ്, പിന്നെ നമ്മൾ ഈ കാണുന്നത് ഒരു 2020 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് ആണ്. നമുക്ക് പ്രൈസ് വരുന്നത് 7.25 വരുന്നത്. അത് ഓടിയിട്ടുള്ളത് നിയർലി 63,000. ആ ഒരു കാറ്റഗറിയിലാണ് ഓടിയിട്ടുള്ളത്. 2020 വണ്ടിയാണ്, വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OLX ഒക്കെ എടുത്തിട്ട്, ഇപ്പോൾ ഈ കറണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു OLX എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ഈ 7.25 ഒരു റീസണബിൾ പ്രൈസാണ്. ഈ ഓണർഷിപ്പ് നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് കിലോമീറ്റർ മാത്രമല്ല, ഓണർഷിപ്പ് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടീഷനും കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ ഓടിച്ച് നോക്കി അറിയാൻ പറ്റുന്നത് എത്രത്തോളം കണ്ടീഷൻ വണ്ടിയാണെന്നുള്ളത്. അപ്പോൾ ഇത് പെട്രോളാണ്, ഡീസലല്ല. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇത് പെട്രോളാണ്, ഡീസലല്ല. അപ്പോൾ ടൈറ്റാനിയാണ് മോഡൽ വരുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉള്ളവർ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡിസ്ക്രിപ്ഷൻ പേജിൽ എൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളോ കേട്ടോ. കാരണം അധികം ഓട്ടം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അത്യാവശ്യം എന്താ പറയുക, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. 2020 11-ാം മാസമാണ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ വന്നേക്കുന്നത്. അതേപോലെ 2020 12-ാം മാസം രജിസ്ട്രേഷൻ. പിന്നെ സിംഗിൾ ഓണറാണ്. പിന്നെ ഇൻഷുറൻസ് വരുന്നത് 28/12/2025. പിന്നെ അടുത്തത് വന്നതാണ് ഈ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ. ഈ റെനോൾട്ട് ക്യാപ്ചർ അത്യാവശ്യം എന്താ പറയുക, പരിചയം ഓടിച്ചവർക്ക് അറിയാം കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് വന്നേക്കണം. നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് ഒരു ജെനുവിൻ കിലോമീറ്റർ വാറണ്ടി, അതേപോലെ തന്നെ കിലോമീറ്റർ പെർഫോമൻസ്, പിന്നെ നോൺ ഫഡ്ഡ് ആയിട്ടുള്ള വണ്ടികൾ, അത്യാവശ്യം നല്ല വണ്ടികളാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സെല് ചെയ്യുന്നത്. ആ കാറ്റഗറിയിലുള്ളൊരു വണ്ടിയാണ്. 690 പ്രൈസിങ് വന്നിട്ടുള്ളത്. അത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 71,000 കിലോമീറ്റർ. ഡീസൽ വണ്ടിയാണ്. ക്യാപ്ചർ RX, റെനോൾട്ട് ക്യാപ്ചർ RX, വേൾഡ് വൈഡ് ബോഡി പ്ലസ് മാറ്റ് വൈറ്റ് ബ്ലാക്ക്. പിന്നെ IDV തന്നെ കൊടുത്തിരിക്കുന്ന 5.97. ഇപ്പോൾ നിങ്ങൾ ഫിനാൻസ് എന്തെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഫിനാൻസ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം. ആദ്യമേ പറയാനുള്ളത്, ഇവിടെ വന്ന് വണ്ടി ഡയറക്റ്റ് കണ്ട് വണ്ടി ഓടിച്ച് നോക്കി അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ ഇപ്പോൾ ഏതൊരു യൂസ്ഡ് കാർസ് ഷോറൂമിൽ നിന്നും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കാൻ വരുമ്പോൾ, ചെക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ വണ്ടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടി വരുന്നതാണ് ഒന്നും കൂടി ബെറ്റർ. കാരണം അവർക്ക് ആ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഒരു പെർഫോമൻസ് ഉള്ളൊരു വണ്ടി എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഹോണ്ട സിറ്റിയാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഒരു ഒത്തു കിട്ടിയ വണ്ടി എന്ന് വേണം പറയാനായിട്ട്. 2012 മോഡൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. അതുകൂടാതെ തന്നെ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യുവൻ കിലോമീറ്റർ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതേപോലെ ഈ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇത്തിരി റെയർ കാറ്റഗറിയാണ് വരുന്നതും. അപ്പോൾ തന്നെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടപ്പെട്ടവർ നമ്മുടെ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ തരാം. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീല് കാര്യങ്ങൾ ഉറപ്പിക്കാം. ഇന്ന് 21-ാം തീയതിയാണ്. ഈ കാറൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ച ഇവിടെ കിടക്കും എന്നുള്ളത്. അതിന് മുന്നേ തന്നെ സെയിലായി പോകുന്ന കാറ്റഗറിയിലുള്ളത്. പിന്നെ അടുത്തത് വരുന്നതാണ് മഹീന്ദ്രയുടെ XUV വേറെ കഥകളൊന്നും പറയാനില്ല. 2013 മോഡൽ, 66,000 കിലോമീറ്റർ ഓടിയേക്കണം. സെക്കൻഡ് ഓണർഷിപ്പ്.
നമുക്ക് പ്രൈസിങ് ആസ്കിങ് പ്രൈസാണ്. ഇതൊരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെല്ല് കാറ്റഗറിയിൽ ഇട്ടേക്കുന്ന പൈസ. ആസ്കിങ് പ്രൈസ് വരുന്നത് 6.25. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല എന്താ പറയുക, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, കൺസിഡറബിളി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് നോക്കാം. പിന്നെ വരുന്നത് വെൻഡോ. ഈ വെൻഡോ അത് അത്യാവശ്യം ഒരു 49,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 7.55 ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത്. സോറി, ഓണർഷിപ്പ് ഞാൻ പറഞ്ഞു മാറുന്നു കേട്ടോ, സെക്കൻഡ് ഓണർഷിപ്പാണ്. അപ്പോൾ വെൻഡോ വരുന്നുണ്ട്. പിന്നെ ഈ ഇന്നോവ, ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇത് വാല്യുവേഷന് വന്ന് പോയേക്കാം. ഓൾറെഡി സെയിലിനാകുമ്പോൾ ഫൈനാൻസൊക്കെ റെഡി ആകുമ്പോഴാണ് നമുക്ക് വാല്യുവേഷന് ടീമൊക്കെ വരാം. അപ്പോൾ ആ കാറ്റഗറിയിൽ പോയേക്കാം. പിന്നെ നമ്മൾ ഈ കാണുന്ന ഹോണ്ട അമേസ്, അതേപോലെ ടൊയോട്ട ഗ്ലാൻസ, പിന്നെ സ്വിഫ്റ്റ് ഡിസയർ. ഇതിൽ ഈ ടൊയോട്ട ഗ്ലാൻസ വന്നിരുന്നത് 2023 മേക്കും 2024 രജിസ്ട്രേഷനുമാണ്. അപ്പോൾ ഇതിനൊരു പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടാക്സിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നിട്ട് നമുക്ക് വന്ന പ്രൈസിന് 9.90 ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത്. പക്ഷേ ടാക്സ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രൈസ് ഒരു ഇത്തിരി അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഈ ഹോണ്ട അമേസ് വരുന്നത് 46,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. 2 വർഷം ആയിട്ടുള്ളൂ. 2023 രജിസ്ട്രേഷൻ. നമുക്ക് തന്നെ പ്രൈസിങ് വരുന്നത് 8.5 ചോദിക്കുന്നത്. പിന്നെ ഡിസയർ, ഇത് പെട്രോൾ വിത്ത് CNG ആണ്, ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 6.5 വരുന്നത്. അത്യാവശ്യം ഒരു 20-21 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. അപ്പോൾ പെട്രോൾ വിത്ത് CNG നോക്കുന്നവർക്ക് ഇതൊരു ഗുഡ് ചോയ്സാണ്. അപ്പോൾ വേണ്ടപ്പെട്ടവർ നമ്മുടെ നമ്പർ കൊണ്ട് വിളിക്കുക. ഇവിടെ ആലുവയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ആലുവ പറവൂർക്കോല ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി വണ്ടി കംഫർട്ടബിൾ ആണെന്ന് ഫീൽ ആയതിനു ശേഷം വരുമ്പോൾ, ദൂരത്തു നിന്നൊക്കെയാണ് വരുന്നത്, ഒരു മെക്കാനിക്കായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്ത് പോകാമെന്നുള്ള സെറ്റപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഫിനാൻസ് ആണെന്നുണ്ടെങ്കിലും മെക്കാനിക്കായിട്ട് വന്നാൽ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാം. ഓക്കെ, ഇനി അടുത്ത വണ്ടികൾ പറയാനുണ്ട്. ഞാനപ്പോൾ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഒരു സെക്കൻഡിലേക്ക് വരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് അടുത്ത താഴെയുള്ള സെക്ഷൻ വരുന്നത്. ഇതിൽ വൈറ്റ് ആൾട്ടോയാണ് 2007 മോഡൽ വരുന്നത്. അത് 50,000 രൂപയാണ് കസ്റ്റമർ ചോദിക്കുന്നത്. ആ ഒരു പ്രൈസിങ്ങിൽ കിട്ടും. 2027 ജൂൺ വരെ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം വാലിഡാണ്. പിന്നെ ഇത് വരുന്നത് ആൾട്ടോ LXi ആണ്. ഇത് വരുന്നത് 1.25. നിയർലി ഓടിയിരിക്കുന്ന കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഓൾട്ടോയുടെ K10. ഇത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസിങ് വരുന്നത് 1.90. പിന്നെ വരുന്നതാണ് ഈ ഹ്യുണ്ടായുടെ i20 സ്പോർട്സ്. നല്ല വണ്ടിയാണ്. അതായത് സൈലൻസറിൽ മഫ്ലർ, അതേപോലെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് നല്ല സെറ്റപ്പായിട്ടുള്ള വണ്ടിയാണ്. മൈലേജ് അറൗണ്ട് ഒരു 12, 13, 14 ആ ഒരു അറൗണ്ട് മൈലേജും കിട്ടും. നല്ലൊരു വണ്ടിയാണ്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത് ഈ i20 സ്പോർട്സിനാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. ഞാനിപ്പോൾ ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ഇതെല്ലാം ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, വണ്ടി നോക്കാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നാൽ മതിയാണ്. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പർ തന്നാൽ നമുക്ക് എത്ര ലോൺ പാസ്സാവും എന്നുള്ളത് അറിയാൻ പറ്റും. അതിനുശേഷം ബാക്കി പ്രൊസീഡിങ്സിലോട്ടൊക്കെ പോവാം. പിന്നെ നമുക്ക് വരുന്നത് ഈ ഫോർഡ് ഫിഗോ. ഈ ഫിഗോ വരുന്നത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞൊരു എമൗണ്ട്, ഒരു 1.20 വരുന്ന ഡീസൽ വണ്ടിയാണ്, ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. പിന്നെ തന്നെ ഈ ഗ്രാൻഡ് ഐട്ടൺ. ഈ ഐട്ടൺ വരുന്നത് 450, 4.5 വരുന്നത്. 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ ഇതാണ് അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ. പിന്നെ ഒരു ഇന്നോവ നമുക്ക് വരുന്നുണ്ട്, 2013 സിംഗിൾ ഓണർ വണ്ടി. 1.24 ഓടിയേക്കുന്നത്. ഈ വണ്ടി ഓടിയേക്കുന്നതും എന്താ പറയുക, നമുക്ക് ഇതിക്ക് മുന്നേ ഒരു ഇന്നോവ ഉണ്ടായിരുന്നു, 2,24,000 കിലോമീറ്റർ ഓടിയത്. അത് സെയിലായത് 10.20 ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 10.5. അതിൻ്റെ പകുതി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾ വന്ന് കണ്ട് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡീലാക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ ഈ ക്രെറ്റ വരുന്നത് ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഇത്
62,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. നമുക്ക് തൊട്ട് മുന്നേ ഒരു വേറൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു 2016 മോഡൽ. അത് ഓടിയിരുന്നത് 1,24,000 കിലോമീറ്ററാണ്. അത് നിയർലി നല്ലൊരു പ്രൈസിങ്ങിനാണ് വിറ്റുപോയത് 7.25 എന്നുള്ള കാറ്റഗറിക്ക്. പക്ഷെ ഇത് അതിനേലും ഡബിളി താഴെ കുറവ് ഓടിയേക്കണം. ഇത് ഇത്തിരി പ്രൈസ് കൂടുതലുണ്ട്. ഒരു 10,500 ആസ്കിങ് പ്രൈസ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതാണ് കറക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതി, ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ ഈ ഡസ്റ്ററിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ്. 2013 മോഡലാണ്. 2013 മോഡൽ നിയർലി 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ സിംഗിൾ ഓണറാണ് എന്നുള്ളതാണ് പ്രത്യേകത. സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ ഓടിയ ഡസ്റ്ററിന് പറഞ്ഞാൽ വാല്യൂ നിങ്ങൾ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രൈസിങ്ങിൽ കിട്ടാൻ സാധ്യത കുറവാണ്. 390 നമുക്കിവിടെ പ്രൈസിങ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് സിംഗിൾ ഓണർ വണ്ടി പുറത്തുനിന്ന് അന്വേഷിച്ച് നോക്കാം. അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പറ്റിയ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക, കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ആലുവയിലുള്ള വർക്കലൊക്കെയുള്ള ഓസ്കാർ എന്ന് പറഞ്ഞ ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരിക, വന്ന് വണ്ടി ഓടിച്ച് നോക്കുക. ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാ ചെക്കിങ്ങും, ഇപ്പോൾ ഒരു മെക്കാനിക്കൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെക്കിങ് നിങ്ങൾ ചെയ്യാം. പിന്നെ ചില വണ്ടികളെല്ലാം നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയാണോ നിങ്ങളതിലൊന്ന് ഇൻവോൾവ് ആയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് പോരും. വണ്ടി എടുക്കാനുള്ള ധാരണയിലുള്ളവരാണ് കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് കാണാറ്. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ടിയാഗോ ഉണ്ട്. ഈ ടിയാഗോ ഇങ്ങനെ ഇട്ടിരിക്കുന്ന വേറെ റീസൺ കൊണ്ടൊന്നുമല്ല. ഇതിൻ്റെ ഫ്രണ്ടിലെ വിൻഷീൽഡ്, ഫ്രണ്ടിലെ ഗ്ലാസ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്സിഡൻറ്റ് പറ്റി പൊട്ടിയേക്കുന്നതല്ല. ക്ലിയർ ആവുമെന്നറിയില്ല. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി പൊട്ടിയേക്കുന്നതല്ല. അപ്പോൾ കസ്റ്റമർ അത് കാണിച്ചതിന് ശേഷം കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് അത് മാറ്റി കൊടുക്കും. അപ്പോൾ ആ കാറ്റഗറിയിൽ ഇട്ടേക്കുന്നതാണ്. നല്ലൊരു വണ്ടിയാണ്. 2023 ഒക്ടോബർ ആ ഒരു ഡേറ്റിങ്ങിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം കുറവ് 23,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. നല്ല ഒരു പുത്തൻ വണ്ടി. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 490 റേഞ്ചാണ് ചോദിക്കുന്നത്. ആസ്കിങ് പ്രൈസാണ്, നെഗോഷ്യബിളാണ്, നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഏകദേശ രൂപം. അപ്പോൾ ഗായ്സ്, എല്ലാ ദിവസത്തെ പോലെ അല്ലെങ്കിൽ എല്ലാ വീഡിയോസും പോലെ ഇനി തുടർന്ന് അങ്ങോട്ട് പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങൾ കാർ റിലേറ്റഡ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റിലുള്ള വണ്ടികൾ എന്തൊക്കെയാണെന്നുള്ളതും എനിക്കൊന്ന് എഴുതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ ലിസ്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം. പിന്നെ അത് കൂടാതെ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് ഇതൊരു റവന്യൂ ആക്കി മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്ക് ആൻഡ് സെല്ല് കാറ്റഗറി ഉണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുടെ അടുത്തെങ്കിലും അത്യാവശ്യം സിംഗിൾ ഓണർ നല്ല വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ സിംഗിൾ ഓണറായിട്ട് ലോ കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടികൾ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്കൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റുഡൻസിനും ഒരു ഓഫർ തന്നെയാണിത്. പാർട്ട് ടൈമായിട്ട് അത് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, ഒരു നല്ല ദിനം ഞാൻ എല്ലാവർക്കും നൽകുന്നു എന്നല്ല, അതിൻ്റെ ഒരു കറക്റ്റ് ടേം വിട്ടു പോകുന്നു. ഇപ്പോൾ കുറച്ചധികം നാളായി ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഫോക്രാസ്. ഓക്കെ ദെൻ, ബൈ.